ലേക്ക് സ്വാഗതം. അങ്ങനെ തമിഴിൽ റിലീസായിരിക്കുകയാണ് മാർക്കോയ്ക്ക് തമിഴിലും മികച്ച പ്രതികരണം തന്നെ വരുന്നു. മികച്ച പ്രതികരണം എന്ന് പറഞ്ഞാൽ യൂത്തിനിടയിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ആ ഒരു പ്രതികരണം വരുന്നു. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ എന്ന നടൻ്റെ അഭിനയം തന്നെയാണ്. ഒരിക്കലും അവർ എക്സ്പെക്റ്റ് ചെയ്തില്ല ഉണ്ണി മുകുന്ദൻ ഈ റേഞ്ചിലെത്തുമെന്നുള്ളത്. അത് തന്നെയാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. മറ്റൊന്ന്, സിമ്പിൾ സ്റ്റോറി ആയിട്ട് പ്രത്യേകിച്ച് കഥകൾ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ സിനിമ ഗംഭീരമായി പോകുന്നു. കോമൺ ആയിട്ട് കേൾക്കുന്ന അവിടുത്തെ അഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നമുക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ ഇനിയും സബ്സ്ക്രിപ്ഷൻ വേണം, ഒന്ന് സഹായിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന കോമൺ ആയിട്ട് ഏകദേശം ഇന്ന് വലിയ രീതിയിലുള്ള ഔട്ടുകൾ വന്നിരുന്നില്ല, പക്ഷേ തമിഴ് ചാനലുകൾ ഇപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ റിവ്യൂസ് പുറത്തിറക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ കോമൺ ആയിട്ട് ഒരു 20ഓളം ചാനലുകളിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കോമണായി കിട്ടിയ കാര്യങ്ങൾ ഇത് തന്നെയാണ്. സിനിമ യൂത്തിനിടയിൽ വലിയ തരംഗമാകുന്നു. ഫസ്റ്റ് മലയാള സിനിമ കണ്ടതിൽ വെച്ച്, മലയാള സിനിമ 30 വർഷമായി വരെ കാണുന്ന ആളുകൾ അവിടെ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതുവരെ കണ്ട മലയാള സിനിമയിൽ ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്ന സിനിമ. ആക്ഷൻ, മലയാളത്തിൽ ഒരു നടനും ഇമാതിരി ആക്ഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ അവർ പറയുന്നു. അതാണ് ഏറ്റവും ഹൈലൈറ്റായി പോസിറ്റീവായിട്ട് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ്റെ അഭിനയവും പ്രകടനവും തന്നെയാണ്. ഹി ഈസ് എൻ ഹാർഡ് വർക്കിംഗ് ആക്ടർ എന്ന് തന്നെ ഒരുപാട് പേർ പറയുന്നു. അദ്ദേഹം ഡിസർവ് ചെയ്യുന്ന ഒരു വലിയ ഒരു സക്സസ് എന്നുള്ളത് തന്നെ പറയുന്നു. പടം ഹിറ്റാവുമോ ഫ്ലോപ്പാവുമോ അതൊന്നും അവർക്കറിയില്ല, പക്ഷേ അവിടെ ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നു. ഓവറോൾ സിനിമ കൊടൂര മാസ് എന്നുള്ള, അല്ലെങ്കിൽ ആക്ഷൻ ബ്ലഡ് ഒഴുകുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ സിനിമ എന്ന് പറയുന്നു. ആനിമലും അതേപോലെ തന്നെയുള്ള സിനിമകൾ അവരവിടെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന വയലൻസ് ആണ് ഈ സിനിമയ്ക്ക് എന്ന് പറയുന്നു. അതേപോലെ മ്യൂസിക് കൊടൂരമായിട്ടുള്ള, അവർ എടുത്ത് തന്നെ പറയുന്നുണ്ട്, KGF-ൻ്റെയൊക്കെ സലാറിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്ത ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതേ റേഞ്ചിൽ തന്നെ നിൽക്കുന്നു. ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഒരു ലൗഡ്നെസ് ഉണ്ട്, ആ ലൗഡ്നെസ് തന്നെ കീപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും സിനിമ അവിടെ അവർ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, കുട്ടികളെയോ അല്ലെങ്കിൽ ചിന്ന പാപ്പ കുട്ടികൾ അങ്ങനെയുള്ളവരെ ഒന്നിനെയും കൊണ്ടുപോയി കാണരുത്, കാരണം അവർക്കത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പലരും പറയുന്നു, ഇത്ര വയലൻസ് സീൻ സിനിമയ്ക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. കഥ ഇനി നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെയാണ് പറയുന്നത്. മലയാള സിനിമ എന്നുള്ള ലെവലിലും എത്രത്തോളം ആളുകൾ അതിനകത്തിലേക്ക് കാണാൻ പോകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. രണ്ടാമത്, ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളും ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ സിനിമ വല്ലാത്ത ലെവലിൽ അവരെ അട്രാക്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഈ സിനിമയിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന നമുക്ക് അഭിപ്രായങ്ങൾ അവിടെ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. എന്താണ്, തമിഴിൽ മിന്നിക്കുന്ന പ്രകടനം തന്നെയാണ്. അതായത് ബിഗർ ദാൻ ബോളിവുഡ് എന്നുള്ള ലെവലിൽ തന്നെയാണ് ആളുകൾ കൂടുതലായിട്ട് ഇതിനെ അഭിപ്രായം പറയുന്നത്. എന്താണ്, സിനിമ ടോട്ടലി ഗംഭീരമാണ്. ഇതുവരെ മലയാള സിനിമയിൽ അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും വയലൻസ് ആണ്. അതേപോലെ ഇന്ത്യൻ സിനിമകളിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കൊടൂരമായിട്ടുള്ള സിനിമ എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. സിനിമ അവിടെയും കൊളുത്തി എന്നുള്ളത് തന്നെയാണ് ഇവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പലയിടത്തും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള കാര്യങ്ങൾ അവർ തന്നെ ഈ ഒരു അവരുടെ വീഡിയോസിനകത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണേലും വൈകുന്നേരമാകുമ്പോഴത്തേക്ക് പ്രകടനങ്ങളും കാര്യങ്ങളും അറിയാൻ കഴിയും. ഹിന്ദിയിലും തെലുങ്കിലും സിനിമ കൊളുത്തി എന്ന് നമുക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ തമിഴിലും അവിടുത്തെ പ്രേക്ഷകർ ഈ സിനിമ ഇഷ്ടപ്പെടും. പക്ഷേ ഫാമിലി ഓഡിയൻസ് ഈ ഒരു ഏരിയയിലേക്ക് ചെല്ലില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ യൂത്ത് ഒരുപാട് പേർ കാണാൻ ഈ ഒരു സിനിമയുണ്ട്. എന്തായാലും കാത്തിരിക്കാം. 127 മുകളിലുള്ള സ്ക്രീനുകളിലേക്ക് എത്തിയ സിനിമ നാളെ മുതൽ തിയേറ്റർ കൂട്ടുമോ അതോ എങ്ങനെയാണ് എന്നുള്ള കാര്യം. എന്തായാലും ആദ്യ പ്രതികരണം പുറത്തു വരുമ്പോൾ സിനിമ മികച്ച രീതിയിൽ തന്നെയാണ്. തമിഴിലും സിനിമ കൊളുത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു അഭിപ്രായം തന്നെയാണ്. മാർക്കോ ഡിസ്ട്രോയ്ഡ് ദി എൻ്റയർ ബോളിവുഡ് എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേ മീഡിയാസ്.